അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, പരിശുദ്ധമായ ഖുർആന് പഠിക്കാൻ വേണ്ടി താല്പര്യത്തോടുകൂടെ ജോയിൻ ചെയ്തവരാണ് നിങ്ങളൊക്കെ. ഖുർആൻ്റെ തജ്വീദും അതുപോലെ അർത്ഥവും പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൻസീൽ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിനെ നല്ല രീതിയിൽ പാരായണം ചെയ്യാനും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി ഓതാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യം സൂറത്തുൽ ബുറൂജാണ് പഠിക്കാൻ പോകുന്നത്. സൂറത്തുൽ ബുറൂജിൻ്റെ തജ്വീദിലെ നിയമങ്ങൾ, തജ്വീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആദ്യം നമുക്ക് ഇന്ന് ഓതാനുള്ള ഭാഗം, ഇന്ന് പഠിക്കാനുള്ള ഭാഗം മുഴുവനായിട്ടൊന്ന് പാരായണം ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലെ തജ്വീദിൻ്റെ നിയമങ്ങൾ പഠിച്ചിട്ട് വീണ്ടും തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു തവണ കൂടെ പാരായണം ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ സൂറത്തുൽ ബുറൂജിലെ തുടക്കം മുതൽ ഒഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് എന്ന 7 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ആദ്യം മുഴുവനായിട്ടൊന്ന് പാരായണം ചെയ്യുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء ذات البروج واليوم الموعود وشاهد ومشهود. قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود. ഓക്കെ, അപ്പോൾ ഈ ആയത്തുകളുടെ അവസാനമൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ ആദ്യത്തെ ആയത്തല്ലാത്ത ബാക്കിയുള്ള എല്ലാ ആയത്തുകളും, ഇപ്പോൾ നമ്മൾ ഓതിയത് വരെയുള്ള ബാക്കിയുള്ള എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് ദാലിലാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം നമുക്ക് ബിസ്മിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അഊദു ഓതി ബിസ്മി ഓതി. അഊദുവിൽ പിന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, അഊദു ഖുർആനിലുള്ളൊരു ആയത്തല്ല. ഖുർആൻ പാരായണം ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് അഊദു ഓതൽ പ്രത്യേകം സുന്നത്താണ്, ഖുർആനിലുള്ളൊരു ആയത്തല്ല. ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന സൂറത്തുൻ നഹ്ലിലുള്ള ആ ഒരു ആയത്തിൽ നിന്നാണ് അഊദു ഓതണം എന്നുള്ളത് എടുത്തിട്ടുള്ളത്. ഖുർആൻ ഓതി തുടങ്ങുകയാണെങ്കിൽ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിൽ അഊദു കൊണ്ട് തുടങ്ങണമെന്ന്. അഊദു ഓതിയിട്ടേ ഓതാൻ പാടുള്ളൂ, ശൈത്താനിൽ നിന്ന് കാവലിനെ ചോദിക്കണം. അപ്പോൾ ഏതായാലും അഊദു ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, അഊദു ബില്ലാഹി, അഊദു എന്ന ദാല് പറയുമ്പോൾ നാവ് പുറത്തേക്ക് വരണം. അഊദു എന്ന് പറയുന്നത് അഊദു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓക്കെ, പിന്നെ ബിസ്മിയിലേക്ക് വരുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബിസ്മിയുടെ അവസാനത്തിലുള്ള മീമിനെയാണ്. ചില ആൾക്കാർ ആ മീമാണ് ശരിക്കും ഉച്ചരിക്കൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് മീം ഉച്ചരിക്കണം എന്നുണ്ടെങ്കിൽ ചുണ്ട് പൂട്ടണം, അപ്പോഴാണ് മീമിൻ്റെ ഉച്ചാരണം പൂർത്തിയാവുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതിൽ ഹ ഉണ്ട്, റഹ്മാനിർ റഹീം, ആ ഹാവും ശരിക്കും ഉച്ചരിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി നമുക്ക് ആദ്യത്തെ ആയത്തിലേക്ക് വരാം. വസ്സമാഇ ദാതിൽ ബുറൂജ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെയുള്ള മദ്ദാണ്. ഈ മദ്ദിൻ്റെ പേര് മദ് മുത്തസിൽ എന്നാണ്. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഹംസയും മദ്ദിൻ്റെ അക്ഷരവും ഒരേ വാക്കിൽ വരുന്നതിനാണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം, വസ്സമായി എന്ന ഒറ്റ വാക്കിനുള്ളിലാണ് ഹംസയും മദ്ദിൻ്റെ അക്ഷരമായ അലിഫും വന്നിട്ടുള്ളത്. അവിടെ കൂടുതൽ നീട്ടണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേക ഷേപ്പിലുള്ള അടയാളം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഖുർആനിൽ കൂടുതൽ നീട്ടേണ്ട സ്ഥലങ്ങൾ വരുമ്പോഴൊക്കെ അവിടെ ഇങ്ങനൊരു അടയാളം നിങ്ങൾക്ക് കാണാം.
കൂടുതൽ നീട്ടൽ നിർബന്ധമായ സ്ഥലത്ത് പ്രത്യേകിച്ചും ഉണ്ടാകും. മദ് മുത്തസില്, അതുപോലെ മദ് ലാസിം, മദ് മുൻഫസിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ അടയാളം വരാറുള്ളത്. ഏതായാലും മദ് എന്ന് പറഞ്ഞാൽ, മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യാ, ഈ അക്ഷരങ്ങളെ കൂടുതൽ നീട്ടുമ്പോഴാണ് നമ്മളിതിനെ മദ് എന്ന് സാധാരണ പറയാറുള്ളത്. അവിടെ കൂടുതൽ നീട്ടേണ്ട സ്ഥലമാണ് പറയുമ്പോഴാണ് അവിടെ മദ് ഉണ്ട് എന്ന് പറയാറുള്ളത്. ബാക്കിയുള്ളതൊക്കെ സാധാരണ മദ് തന്നെയാണ്. ഇപ്പോൾ സാധാരണ അലിഫ് വരുന്ന സ്ഥലത്തും വാവ് വരുന്ന സ്ഥലത്തും യാവ് വരുന്ന സ്ഥലത്തൊക്കെ മദ് തന്നെയാണ്. പക്ഷെ അത് അസ്ലിയായ മദ്ദാണ്, അതായത് ഒരു സാധാരണ രീതിയിൽ മാത്രം നീട്ടേണ്ട മദ്ദാണ്. പക്ഷെ ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ നീട്ടാനുണ്ടാകും. നിർബന്ധമായി നീട്ടേണ്ടതുണ്ടാകും, എന്നാൽ നിർബന്ധമല്ലാത്തതും ഉണ്ടാകും. അപ്പോൾ അത് 2 കാരണങ്ങൾ കൊണ്ടാണ് കൂടുതൽ നീട്ടേണ്ടി വരുന്നത്. ഒന്ന് അതിന് ശേഷം തൊട്ടുടനെ ഹംസ വന്നാൽ, മറ്റൊന്ന് അതിന് ശേഷം സുക്കൂന് വന്നാൽ. സുക്കൂനിലേക്ക് വരാം. ആദ്യം നമ്മൾ ഈ ഒരു വിഷയം പറയാം. ഇവിടെ ഇപ്പോൾ മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നു, അപ്പോൾ അവിടെ കൂടുതൽ നീട്ടണം. പിന്നെ വസ്സമാഇ ദാതിൽ ബുറൂജ്, ഇവിടെ ബുറൂജ്, അതുപോലെ ഓരോ ആയത്തിന്റെ അവസാനത്തിൽ നമ്മളിങ്ങനെ കൂടുതൽ നീട്ടുന്നുണ്ടല്ലോ. ഇവിടെയുള്ള വാവിനൊക്കെ കൂടുതൽ നീട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ആ മദ്ദക്ഷരമായ വാവിന് ശേഷം ഒരു സുക്കൂന് വരുന്നുണ്ട്, പുതിയതായിട്ടൊരു സുക്കൂന് വരുന്നുണ്ട് നിർത്തുമ്പോൾ. നിർത്താതെ ഓതുമ്പോൾ സുക്കൂൻ ഉണ്ടാകൂല. അപ്പോൾ നിർത്താതെ ഓതുമ്പോൾ വസ്സമാഇ ദാതിൽ ബുറൂജി വൽ യൗമിൽ മൗഊദ് അങ്ങനെയാണ് ഓതുക. ബുറൂജി സാധാ പോലെ കൂടുതൽ നീട്ടാതെ. പക്ഷെ നിർത്തുമ്പോൾ അവിടെ കൂടുതൽ നീട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷൻ ഉണ്ട്. അതവിടെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നതുകൊണ്ടാണ്. ബുറൂജ് എന്ന് പറയുമ്പോൾ സുക്കൂനല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വരുമ്പോഴാണ് കൂടുതൽ നീട്ടേണ്ടി വരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. വൽ യൗമിൽ മൗഊദ്, വൽ യൗമിൽ മൗഊദ്. ഓക്കെ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഈ ആയത്തുകളുടെ അവസാനത്തിൽ ജീമ് ദാലൊക്കെ വന്നില്ല. ഈ അക്ഷരങ്ങളൊക്കെ ശരിക്കും ഉച്ചരിക്കണം എന്നുണ്ടെങ്കിൽ, ശരിയായ രൂപത്തിൽ ആ അക്ഷരങ്ങളുടെ ഉച്ചാരണം വരണമെങ്കിൽ അതിൻ്റെ മഖ്റജിൽ തട്ടിച്ചിട്ട് പെട്ടെന്ന് എടുക്കണം. അതായത് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് ഈ ദാലും ജീമൊക്കെ. ജീം നാവിൻ്റെ നടുഭാഗത്ത് നിന്ന് പുറപ്പെടുന്നതാണ്. അപ്പം നാവിൻ്റെ നടുഭാഗം മേലെ എണ്ണാക്കിൽ തട്ടിച്ചിട്ട് പെട്ടെന്ന് എടുക്കുമ്പോഴാണ് ജീമിൻ്റെ ഉച്ചാരണം ശരിയാവും. സ്ട്രോങ് ആയിട്ട് തട്ടുമാണ്, പെട്ടെന്ന് എടുക്കുമാണ്. അപ്പോൾ ബുറൂജ് ജ് ജ്. അതേപോലെ ദാല് വൽ യൗമിൽ മൗഊദ് ദ്. നാവിൻ്റെ തലയാണ് ഈ മുകളിൽ തട്ടുന്നത് അല്ലേ. അപ്പോൾ ആ തട്ടി ഉടനെ എടുത്താലാണ് അതിൻ്റെ ഉച്ചാരണം ക്ലിയർ ആവുക. അതിന് കൽക്കലത്ത് എന്നാണ് പറയാം. ഈ അക്ഷരങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള അക്ഷരങ്ങളാണ്. അല്ലാതെ നമ്മൾ അതിൻ്റെ മഖ്റജിൽ തട്ടിച്ചിട്ട് തന്നെ വെച്ചാൽ എന്താവില്ല, അതിൻ്റെ ഉച്ചാരണം ശരിയാവില്ല. അപ്പം മൗഊദ് എന്ന് പറഞ്ഞ നാവ് അവിടെ തന്നെ വെച്ചാൽ ആ ദാൽ അവിടെ ക്ലിയർ ആവില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഈ അക്ഷരങ്ങളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക. ഈ ആയത്തുകളുടെ അവസാനങ്ങളിലൊക്കെ അങ്ങനെയുള്ള അക്ഷരങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആയത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് വൽ യൗമിൽ മൗഊദ്. പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് അലിഫ്, ഒരു പ്രത്യേക രൂപത്തിലുള്ള അലിഫ് കാണാം അല്ലേ. അതിന് ഹംസയാണ് ശരിക്കത്, അലിഫിൻ്റെ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഹംസത്തുൽ വസ്ലി എന്നാണ് പറയാം. അതായത് ഇങ്ങനെ ഒരു അലിഫും അതിൻ്റെ മുകളിൽ ഈ ഒരു സ്വാദ് മുറിഞ്ഞതുപോലെയുള്ള അടയാളം കാണുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഹംസത്തുൽ വസ്ലി. അതിൻ്റെ ഒരു പ്രത്യേകത, ചേർത്തി ഓതുമ്പോൾ, മുമ്പുള്ളതിലേക്ക് ചേർത്തി ഓതുമ്പോൾ ആ അക്ഷരത്തെ ഉച്ചരിക്കൂല, അത് ഉച്ചാരണത്തിൽ വരൂല. ഓക്കെ, അപ്പോൾ ഇവിടെ വൽ യൗമിൽ മൗഊദ്, ഈ 2 സ്ഥലത്തും നമ്മൾ ആ അലിഫിനെ ഉച്ചരിച്ചില്ല. അൽ യൗമി അൽ മൗഊദ് എന്നാണോ നമ്മൾ ഉച്ചരിച്ചത്? അല്ല. ഓക്കെ, ഇവിടെ ഈ ഒരു ആയത്തിൽ അങ്ങനെ തന്നെ വസ്സമാഇ ദാതിൽ ബുറൂജ് അല്ലേ, ഇവിടെയും ആ അലിഫിന്, ആ ഹംസയെ നമ്മൾ ഉച്ചരിച്ചിട്ടില്ല. അതൊരു ആയത്തിൻ്റെ തുടക്കത്തിൽ വരുമ്പോഴാണ് അതിന് ഫത്ഹ കൊടുത്തിട്ട് ഉച്ചരിക്കാം. ഫത്ഹ കൊടുത്തിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഹർക്കത്ത് മാറിയേക്കാം. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം നോക്കിക്കേ, അന്നാരി ദാതിൽ വഖൂദ്. അന്നാരി, ഇവിടെയും അതുപോലെയുള്ള ഒരു അലിഫ് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഹംസത്തുൽ വസ്ലാണ്, അതിന് നമ്മൾ ഫത്ഹ കൊടുത്ത് ഉച്ചരിച്ചു. ഇത് ഫത്ഹൊന്നുമല്ല, ഇത് വസ്ലിനെ സൂചിപ്പിക്കുന്ന ആ ഒരു അടയാളമാണ്. അപ്പം എന്നാലും നമ്മളവിടെ ഉച്ചരിച്ചത് എങ്ങനെയാണ്? അന്നാരി. അവിടെ എന്തുകൊണ്ട് അങ്ങനെ ഓതി? അവിടെ അത് ആ ഒരു അലിഫ് കൊണ്ടാണ് ആ വാക്ക് തുടങ്ങുന്നത്. അപ്പം തുടങ്ങുന്ന സമയത്ത് ആ ഹംസയെ, അലിഫിനെ നമ്മൾ ഹംസയാക്കി ഉച്ചരിക്കും. ചേർത്തി ഓതുമ്പോൾ അതിന് ഉച്ചരിക്കൂല. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ കണ്ടത്, ചേർത്തി ഓതുന്ന സമയത്തൊന്നും അതിന് ഉച്ചരിക്കാത്തത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ആയത്തിലേക്ക് വരാം. വശാഹിദിൻ വമശ്ഹൂദ്, വശാഹിദിൻ വമശ്ഹൂദ്.
ഇവിടെ നമ്മൾ കുറച്ച് നീട്ടിയിട്ടല്ല മണിച്ചുച്ചരിച്ചല്ലോ. ഇവിടെ കണ്ടോ, വശാഹിദിൻ വമശ്ഹൂദ്. ഇവിടെ 2 വര കാണാം. ഇതിന് തെൻവീൻ എന്നാണ് പറയാ, നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? തെൻവീൻ കസ്രയാണത്. അതിനുശേഷം വാവ് വന്നപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ മണിച്ചുച്ചരിച്ചു. തൻവീന് ശേഷമൊക്കെ അല്ലെങ്കിൽ നൂനിന് ശേഷം വാവ് വന്നാൽ, സുക്കൂനുള്ള നൂനിന് ശേഷമോ തൻവീന് ശേഷമോ വാവ് വന്നാൽ അവിടെ മണിച്ചിട്ട് ഉച്ചരിക്കണം. ഓക്കെ, അപ്പോൾ വമശ്ഹൂദ്. മശ്ഹൂദ് എന്ന് പറയുമ്പോൾ അവിടെ നിർത്തുമ്പോൾ എന്താവും? ആ ദാലിനെ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖൽഖലത്തി എന്നൊരു സിഫത്ത് അവിടെ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ ഈ അടുത്ത ആയത്തിലേക്ക് കൂട്ടി ഒതുകയാണെങ്കിൽ അവിടെ ഒരു തൻവീന് വരും. അതിനുശേഷം കാഫ് വന്നതുകൊണ്ട് അവിടെയും മണിക്കേണ്ടതാണ്. കാരണം തൻവീന് ശേഷം കാഫ് വന്നാൽ അവിടുത്തെ നിയമത്തിൻ്റെ പേര് ഇഖ്ഫ എന്നാണ്. തൻവീനിനെ മറച്ച് മണിച്ചുച്ചരിക്കണം. അതായത് തൻവീന് ശരിക്കും അവിടെ വെളിവാകാൻ പാടില്ല, എന്നാലോ തൻവീന് തീരെ ഇല്ലാതിരിക്കാനും പാടില്ല. ഒന്ന് മറഞ്ഞു കിടക്കണം. അപ്പോൾ എങ്ങനെ ഓതുക? ഒമശ്ഹൂദിൻ ഖുതില, ഒമശ്ഹൂദിൻ ഖുതില അല്ലേ? ഒമശ്ഹൂദിൻ എന്ന് നമ്മൾ ശരിക്കും വെളിവാക്കി പറയണില്ല, എന്നാലോ ഒമശ്ഹൂദി ഖുതില എന്ന് തൻവീനെ തീരെ ഉച്ചരിക്കാതെ പറയണില്ല. മറച്ചിട്ട് മണിക്കാണ്. തൻവീൻ അവിടെ ഉള്ളതുപോലെ തന്നെയാണ്, പക്ഷെ അത് മറഞ്ഞു കിടക്കുകയാണ്. അങ്ങനെയാണ് മണിക്കുന്നത്. ഒമശ്ഹൂദിൻ ഖുതില, അത് കൂട്ടി ഓതുകയാണെങ്കിൽ. ഓക്കെ, ഏതായാലും നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. ഈ ഖാഉം സ്വാദും ഈ 2 അക്ഷരങ്ങളും ഇസ്തിഅലാന്റെ അക്ഷരങ്ങളാണ്. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ അതൊരു സിഫത്താണ്. ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശബ്ദം ഇങ്ങനെ ഉയർന്നു നിൽക്കണം, വായിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഖുതില അസ്ഹാബു അസ്ഹാബുൽ ഉഖ്ദൂദ്. ആ 2 അക്ഷരം ഖാ ആണെങ്കിലും സ്വാദാണെങ്കിലും ഇസ്തിഅല എന്നൊരു വിശേഷണമുണ്ട് അതിന്. അതുകൊണ്ട് ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാഫും ആ അക്ഷരം തന്നെയാണ്, പക്ഷെ അതിന് സുക്കൂന് വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സുക്കൂന് വരുമ്പോഴാണ് ഓരോ അക്ഷരത്തിൻ്റെയും വിശേഷണങ്ങൾ ശരിക്ക് വെളിവാവുക. വിശേഷണം നമ്മൾ ശരിക്ക് പാലിക്കാതെ പോവുകയും ചെയ്യുന്നത് സുക്കൂന് വരുമ്പോഴാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാതിൽ വഖൂദ്, അന്നാരി ദാതിൽ വഖൂദ്. ഈ നൂനിന് ശബ്ദ് വരുമ്പോൾ അല്ലെങ്കിൽ മീമിന് ശബ്ദ് വരുമ്പോൾ അവിടെ നിർബന്ധമായിട്ട് മണിക്കണം. എവിടെ ശബ്ദ് വന്നാലും നൂനെയും മീമിനെയും മണിച്ചിട്ടേ ഉച്ചരിക്കാൻ പാടുള്ളൂ. ഇദ് ഹും അലൈഹാ ഖുഊദ്, ഇദ് ഹും അലൈഹാ ഖുഊദ്. ഈ ഒരു ആയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഹംസയും ഹാവും ഐനും വീണ്ടും ഹാവും ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് അല്ലേ? ഐനും ഹാവും ഹംസയൊക്കെ ഇതൊക്കെ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളായതുകൊണ്ട് ഉച്ചരിക്കാൻ ചെറിയ പ്രയാസം ഉണ്ടാകും. പക്ഷേ നമ്മൾ വളരെ സിമ്പിളായിട്ട് അതിന് ഉച്ചരിക്കണം. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കണം. ഇദ് ഹും അലൈഹാ ഖുഊദ്, ഇദ് ഹും അലൈഹാ ഖുഊദ്. ഖുഊദ് ഐനൊക്കെ ശരിക്കും അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വരണം. ഓക്കെ, ഇനി അവസാനത്തെ ആയത്തിലേക്ക് വരാം. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ബിൽ മുഅ്മിനീന എന്ന് പറയുമ്പോൾ ബിൽ മുഅ്മിനീന എന്ന് പറയരുത്. ആ ഹംസയെ അമർത്തിയിട്ട് പറയാൻ പാടില്ല. നമ്മൾ പല ആളുകളും ഓതുന്നത് അങ്ങനെ, ബിൽ മുഅ്മിനീന. ഹംസക്ക് സുക്കൂന് വരുമ്പോൾ അമർത്തിയിട്ട് പറയും. മുഅ്മിനീന മുഅ്മിനീന എന്ന് പറഞ്ഞാൽ മതി. ഹംസയോടെ ഉച്ചരിക്കണം, പക്ഷേ അത് അമർത്തി പറയേണ്ട ആവശ്യമില്ല. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ബുറൂജിലെ ആദ്യത്തെ 7 ആയത്തുകളാണ് ഓതിയത്. അതിലുള്ള തജ്വീദിൻ്റെ നിയമങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നുകൂടെ തുടക്കം മുതൽ ഓതിയിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, പരമാവധി നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സമാഇ ദാതിൽ ബുറൂജ്
واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود. ഓക്കെ, അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഇനി മുതൽ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനെ ശരിക്കും മനസ്സിലാക്കാനും കൃത്യമായി പാരായണം ചെയ്യാനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.